ലോക്സഭാ സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്തു. ശബ്ദ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തുടർച്ചയായ രണ്ടാം തവണയും ഓം ബിർള ലോക്സഭാ സ്പീക്കറാകുന്നത്. പ്രതിപക്ഷ ശബ്ദം എതിർക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ മര്യാദയല്ലെന്നും അതിനാലാണ് മത്സരിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു. ഓം ബിർള വീണ്ടും സ്പീക്കറായി എത്തിയത് സഭയുടെ ഭാഗ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. പതിനാറ് പ്രമേയങ്ങളാണ് സ്പീക്കർ സ്ഥാനത്തേക്കായി പ്രോട്ടേം സ്പീക്കറിന് മുന്നിൽ അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓം ബിർളയ്ക്കായി ആദ്യ പ്രമേയം അവതരിപ്പിച്ചത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പിന്തുണച്ചു. ഓം ബിർളയ്ക്കായി ഭരണപക്ഷത്തു നിന്നും 13 പ്രമേയങ്ങളും കൊടിക്കുന്നിൽ സുരേഷിനായി 3 പ്രമേയങ്ങളും അവതരിപ്പിച്ചു. തുടർന്ന് നരേന്ദ്രമോദി അവതരിപ്പിച്ച ആദ്യ പ്രമേയം ശബ്ദ വോട്ടോടെ പാസാക്കുകയായിരുന്നു. പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെടാതെ വന്നതോടെ സ്പീക്കറായി ഓം ബിർള തെരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീ ഓം ബിർള is declared elected as the Speaker of this House. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചേർന്നാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയെ സ്വീകരിച്ചത്. കഴിഞ്ഞ തവണത്തേതുപോലെ സഭയെ നയിക്കാൻ ഓം ബിർളയ്ക്ക് കഴിയട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. हम सबका विश्वास है कि आप आने वाले 5 साल हम सबका मार्गदर्शन भी करेंगे और देश की आशा अपेक्षाएं पूर्ण करने के लिए ये सदन अपना दायित्व निभाने में आपकी बहुत बड़ी भूमिका रहेगी. പ്രതിപക്ഷ ശബ്ദം എതിർക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ മര്യാദയില്ലെന്നും അതിനാലാണ് മത്സരിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു. This election has shown that the people of India expect the opposition to defend the constitution, the Samvidhan of this country. And we are confident that by allowing the opposition to speak, by allowing us to represent the people of India, you will do your duty of defending the constitution of India. തുടർച്ചയായി രണ്ടാം ടൈം സ്പീക്കർ പദവിയിലേക്ക് ഒരേയാൾ വരുന്നത് പാർലമെന്റ് ചരിത്രത്തിൽ രണ്ടാം തവണയാണ്. 1980 മുതൽ 1989 വരെ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഭരണകാലത്തിൽ സ്പീക്കറായിരുന്ന ബൽറാം ജാഖറാണ് മുൻപ് തുടർച്ചയായി 2 തവണ അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുള്ളത്. രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിൽ നിന്നുള്ള MP ആണ് ഓം ബിർള. കൈരളി ന്യൂസ്, ദില്ലി.